എന്തിനും സിനിമയിലെ ചിട്ടി റോബോട്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI കുറിച്ചാണ്. AI നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ പറയുന്നു നമ്മളുടെ ഇനി വരാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സിനും അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്സിനും ഓട്ടോമൊബൈൽ ഡെവലപ്മെന്റ്സിനും എല്ലാ ഡെവലപ്മെന്റ്സിനും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. വേറെ വിഭാഗമായിട്ടുള്ള ആൾക്കാർ പറയുന്നു ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മുടെ AI ഡെവലപ്മെന്റ് കൂടി വരികയാണെങ്കിൽ അതിനെ നമ്മളുടെ മനുഷ്യരാശിക്ക് വിപത്തായിട്ട് വരുമെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് AI, വാട്ട് ഈസ് ആക്ച്വലി AI ആൻഡ് ഓൾ ദോസ് തിങ്സ് റിലേറ്റഡ് ടു AIs. അപ്പോൾ AI എന്ന് പറയുന്ന സമയത്ത് AIന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് AI എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് AI എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻസിന് ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് അവർ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നത്. എന്നാൽ AI എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അതിന് തന്നെ ചിന്തിച്ചും അതിന് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് AI എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് വന്നിട്ട് ഒരു സ്റ്റിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇൻ ടു ആർട്ടിഫിഷ്യൽ, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻ്റലിജൻസിൻ്റെ ആർട്ടിഫിഷ്യൽ മെഷീൻസിന് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും അവരുടേതായിട്ടുള്ള തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നു എന്നാണ് AIന്റെ ഒരു അഡ്വാൻറ്റേജ്. AI is the stimulation of human intelligence that are programmed to think like humans and to mimic their activities. AI can also be applied to any machine which can exhibit the human traits such as learning and problem solving. Three types of AI now have been invented. The first one is a weak AI or a narrow AI, and the second one is about the moderate or the general AI, which is a strong AI. Then there is a deep AI, that is the artificial super intelligence. അതായത് നമ്മളുടെ ശരീരത്തിനുള്ള ന്യൂറോൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ആ ന്യൂറോൺ സിസ്റ്റം വഴിയാണ് നമുക്ക് ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാനും ബ്രെയിനിൽ നിന്ന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും പറ്റുന്നത്. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ആ ഒരു ഇൻ്റലിജൻസിൻ്റെ മെക്കാനിക് ആർട്ടിഫിഷ്യൽ ഫോമാണ്. അപ്പോൾ അവിടെയും ഒരു ന്യൂറൽ സിസ്റ്റം മെഷീൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, ANNS എന്ന് പറയുന്നത്. AI is now in a vogue, that is, it is the hottest trend now in the whole world, that with the help of this AI, indirectly or directly, we are using the AI in our daily lives, which had changed the people's life. In the recent years, we have a lot of development in all the industries, agriculture and every field. It's because it was unable and we thought that it was impossible for us, but we have found the resolution for it. And one of the man-made creation which changed the whole exporting system was the invention of ship. So it was impossible for a person to swim manually to go from one continent to the next continent. It was impossible. It takes a lot of time and man effort. It is not possible. No one think like that. So what we invented is that we have to export a lot of goods and people from one continent to the next continent. In the basis of all those things, we invented ships. So ships helped us to export mass of goods from one continent to the next continent. And the next problem we faced was that when we transport people from one country to the another country through sea, it takes a lot of months. So we have to get there in a short time of distance. So we invented plane. After Wright brothers this invention, there was a lot of developments in the plane industry. Next comes about the road and transports. At first, people were walking from one place to the another, and it takes days and days for reaching the place, for maybe as a mediator or to send this good from one person to sell the goods into the market, which was very far from the village, like that. So we have introduced a road system, vehicles and automobile industry has grown in a way, and now also there are a lot of developments in the automobile industry. So we have also resolve the problem of going a long distance or a short distance in a very speed. Then comes the train, so that now train is a principal mode of transport. So what happened is that a lot of people can be transported from one place to the other place in a country, and also mass goods can also be transported.
Now in this space there is a lot of new inventions are coming, new technology is being using, and Elon Musk have found that when a rocket goes to the space, there was no technique to just get it back. So what Elon Musk found invented is that he has found a technique that can reverse in that position, that the rocket that goes from here can come at the same speed and comes to the same spot. From the last decade, we are witnessing a great development, means a great development in the phone industry, mobile phone industry, because a lot of companies have evolved, a lot of mobile phones and the upgradement in everything, upgrading every phones, and a lot of things have happened in the from the last decade. Now, mobile phone has become our personal computer, because now for contacting a person, we should not go for that, we should not be physically there, we just call, or we can video call them. If we want some clothes which is there in any part of the country, we can buy it through our apps. Then for now, for food, we are depending on the apps like Zomato, and for calling a cab, we also, first we have to go for the car center and just book the car, but now we can just install the app like Ola and something, and we can just call the cab. Then also there are a lot of, then now from by this mobile phone in this pandemic, we cannot go to schools or colleges, so now online classes have helped because of the phone. It's also being digitalized. By our phone we can do the bank transaction, as well as we can also send money from our account to some other's account by the Google Pay and Phone Pay, and a lot of apps are available now. And for anything we are depending on the phone. In this pandemic, I think that phone has helped a lot to an extent to decrease the depression. It's just less the possibility of depression now, because during quarantines the people have connectivity, so they will not feel alone or alienated in such a situation. They can contact their family, they can contact their wife, children, mother, father, everyone in their relatives, and they don't feel that they are lonely in this world, and it just help them to improve their from that COVID too. China is the most populated country in the world, where we are the second most populated country in the world. In the past 10 years, China has implemented the technology in the industry and cheap labor force that helped the country for its development and man production in the industrial products. They also implemented technology into the agriculture and other industries too. So their low production cost helped China to become the manufacturing hub of the world, because they gives the world's most cheapest man labor in the world. Then several American companies, automobile giants, and produced vehicles and vehicle compartments from China, because of the cheap labor, as well as cheap cost, and low cost, as well as quality. Then they can produce Apple like phones, and we have 2000 years of agriculture heredity, but even now we are not interested in improving this 2000 years of methodology in which almost 70% of the population is directly or indirectly depend on the agriculture. Now we are not an agriculture country or an industry country, we are between that, we have both. Suppose we are investing 1 lakh rupees in a field, and by taking loan or from a money lender, the farmer only get 80,000 rupees as a benefit from it. He has a loss of 20,000. So he bear that loss, and again he is going to invest that 1 lakh on the just suppose into the field. Then if you're doing for the continuous years, then he will definitely be, or he is going to debt, a seriously debt that he cannot overcome, that or his generations and generations cannot overcome that. That much of debt trap will be there for him. Then the people think that agriculture is a loss making activity, which why this happen? It's because we are outdated from the technology, because
agriculture is not updating the new methodology in the agriculture. That is why they are or we cannot excel in this field. And the cost of production in agriculture is very high, and that the profit created by one of the agriculture products. So we have to improve our production and implementation of AI in the agriculture. So that will change the face of our nation. The world population is around 7.5 billion, and we all people of the world are going to face an acute shortage of the scarcity of food in the coming years or in the very near future. So agriculture has a great importance or a prominent importance in the coming years. So we are not using the highly diversified geographical population because peculiarity, that is from Kanyakumari to Kashmir we have a diversified geographical area where every part of the India can be used for some rare types of vegetables, plants, grains, pulses and other spices too. So we are the great exporters of exporters of spices in the world. And in the ancient times, Vasco da Gama and other American has a lot of patent items. Our spices brought the Europeans to India, and the wealth of India, the industrialization happened in the world. So we have a great importance in the industrial revolution in the world. How can we use AI in agriculture? So what or else we can say how AI can be used in agriculture. സോ മെയിൻലി നമ്മൾ എ ഐൻ്റെ അഗ്രികൾച്ചറിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, നമ്മളുടെ പ്രോഫിറ്റ് കൂട്ടുക, അതേപോലെ തന്നെ ക്രോപ്പ് ഫീൽഡിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കൂട്ടുക, അതിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ള ഈ ഒരു മെയിൻ 3 റീസൺസിലാണ് നമ്മൾ എ ഐ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൽ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി കട്ടിംഗ് എഡ്ജ് പ്രോസസ്സസ് ദാറ്റ് വി ഹാവ് ടു ഡു ഇൻ അഗ്രികൾച്ചർ. ഇപ്പോൾ കൃഷിയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ലേബേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻകം കൂടുതൽ കിട്ടുന്ന, ഡെയിലി വേജ് കൂടുതൽ കിട്ടുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലേക്ക് വൻ തോതിലുള്ള ആളുകളെ മാറ്റം ചെയ്തപ്പെട്ടപ്പോൾ നമുക്ക് അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യാൻ ആളുകളെ കിട്ടാണ്ടായി. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു ടൈംലി ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവിടെ ലേബറിന് കിട്ടിയില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ റോബോട്ടിക്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രോഫിറ്റുകൾ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കാട് വെട്ടുന്ന മെഷീൻസ് നമ്മൾ വന്നു. അപ്പോൾ ഒരാൾ അവിടെ കാട് വെട്ടുന്നതും ആ ഒരു മെഷീൻ വെച്ച് കാട് വെട്ടുമ്പോൾ നമുക്ക് ടൈമും ലാഭിക്കാൻ പറ്റും, ഇത്രയും ആളുകൾക്കുള്ള പൈസ കോസ്റ്റും നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് വന്നതോടെ ഇത്രയും ടൈമിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ എന്താക്കാൻ പറ്റി, അവിടെ കാട് വെട്ടാൻ പറ്റി. അതേപോലെ തന്നെ റോബോട്ടിക്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ റോബോട്ടിക്സിനെ ആളുകൾക്ക് യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ട്രാക്ടറിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും ട്രാക്ടർ ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഒരു പാടം മൊത്തം ഉഴുന്ന് മറിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ 50 പേരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മെഷീൻ്റെ അടുത്ത് കോമ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 50 പേര് ഈ 2 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഈ പാടം മൊത്തം ഉഴുന്ന് മറിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലേ. പക്ഷെ ട്രാക്ടർ അത് ചെയ്യുന്നു. സോ എല്ലാ ഫീൽഡിലും അല്ലെങ്കിൽ എല്ലാ ഇതിലും ഒരു മെക്കാനിക്കൽ ഒരു സപ്പോർട്ട് വന്നപ്പോൾ അവിടെ അതിൻ്റെ വർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ ഫീൽഡ്സിലും റോബോട്ടിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പ്രൊഡക്ടിവിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക. മാസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി എന്തായാലും ഉണ്ടാവും.